ഞാൻ പ്രേമേന്ദ്രൻ, കണ്ണൂർ ജില്ലയിലെ പാട്യം സ്വദേശി, പത്തായക്കണ്ണ. ഇവിടെ ഇത് കണ്ണിവെത്തിലാന്ന് പറയും. പരമ്പരാഗതമായിട്ട് നാട്ടിൽ നട്ട് വളർത്തുന്ന ഒരു സാധനമാണ് ഇത് വെളിച്ചെണ്ണക്കും മുറിവെണ്ണക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് കൂടാണ്ട് ഇത് ഏത് അർദ്ധരാത്രിക്കും തേളെല്ലാം കുത്തിയാൽ ഇതിൻ്റെ മൂക്കും ഇന്ദുപ്പും ചേർത്തിട്ട് അരച്ച് വരട്ടിയാൽ മിനിറ്റുകൾ കൊണ്ട് വേദന നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ദശമൂലത്തിൽപ്പെട്ട കറിമുഞ്ഞ. ഈ കറിമുഞ്ഞ എല്ലാ ദശമൂലത്തിലും ഉപയോഗിക്കുന്നത്. കഷായം, അരിഷ്ട ഇതെല്ലാം ഉണ്ടാക്കിയാലും തൈലങ്ങൾ ഉണ്ടാക്കിയാലും ഇത് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ നിന്ന് വംശനാശം വരുന്നൊരു സാധനമായിരുന്നു. നല്ല മണമുണ്ടാകും. പിന്നെ ഇത് പണ്ട് വളരെ പഴയ ആൾക്കാരുള്ള ചക്കയിൽ ഈ കറിവേപ്പില ഇട്ടിട്ട് വറക്കും പോലെ വറുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് കാന്താരി മുളക്. ഇത് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇപ്പം പച്ചമുളകിന് വേണ്ടിയിട്ടെല്ലാം കറിയിലിടാനും എല്ലാം കാന്താരി മുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മാർക്കറ്റിൽ നല്ല വിലയുള്ള സാധനമാണ് കാന്താരി മുളക്. ഇത് വെളുത്ത ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ നിൽക്കുമ്പം ഗ്രോ ബാഗിൽ നട്ട് വളർത്തിയത്. ഇത് ഇതിൻ്റെ പേര് കൈവശത്തിന് കൊടുക്കുന്നതാണ് പാരമ്പര്യപരമായിട്ട്. കൂടാതെ ഇത് വിപ്രതി തൈലം, വിഷതൈലം, ബ്രഹ്മീകൃത, ഇങ്ങനെ പല ആവശ്യത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ല പല സിദ്ധിയുള്ളതും കൊടുത്തിട്ട് അനുഭവമുള്ളൊരു സാധനമാണ് ഇതാണ് ചെറുകൈത. ഇത് കൃമി നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ചെറിയ കുട്ടികൾക്കെല്ലാം വയറിൽ നമ്മൾ ഇത് മരുന്നായിട്ട് കൊടുക്കുന്നതാണ്. ചെറുകൈദാശ്രയം ഇതെല്ലാം പണ്ട് പാരമ്പര്യ വൈദ്യന്മാർ വെച്ചത്. ഇതാണ് ആടലോടകം. ഈ ആടലോടകം കുട്ടികൾക്ക് ഉണ്ടാകുന്ന വെരിവ് പിന്നെ നമ്മൾ വാട്ടിപ്പിഞ്ഞ് നീര് കൊടുക്കും, തേനും ചേർത്തിട്ട്. കൂടാതെ ഇത് നമ്മുടെ മരുന്നിനുള്ള ഉപയോഗിക്കുന്നതാണ്. ഇത് ആസ്മക്കുള്ള എണ്ണ കാച്ചന് ഇന്ത്യയിലെ ഉപയോഗിക്കും. ഇതിൻ്റെ പേര് കഫക്കെട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ല സിദ്ധ ഔഷധമാണ്. ഇത് ഈ ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് വളർത്തുക. ഇതിങ്ങനെ ഈ സമയത്ത് കുഴിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കുന്ന സാധനം. ഇത് ഏത് വീട്ടിലുണ്ടായാലും നല്ലൊരു ഔഷധം. ഇത് നമ്മുടെ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്ന ആളാണ്. ഇത് വെളുത്ത ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ കുരു നമ്മൾ ഗുളിക, മൃത്യുഞ്ജസം ഗുളിക അരയ്ക്കാൻ ഉപയോഗിക്കും. ഇത് ശുദ്ധിയായിട്ടാണ് എടുക്കുക. ഇതിനെ കൊണ്ട് താരൻ്റെ വെളിച്ചെണ്ണ കാച്ചും. കൂടാതെ വെരിവിനും ആസ്മക്കല്ലുള്ള മരുന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും.